എന്തിനാ പറയുന്നത്? എപ്പോഴാ? എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? സാറേ മോള. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മച്ചാനെ, എനിക്ക് വല്ലാത്ത പേടിയാന്നോടാ. വെറുതെ പേടിച്ചോണ്ടിരിക്കില്ല. എടാ, എങ്ങനെയാടാ പേടിയില്ലാതിരിക്കുക? ആ സിറ്റുവേഷനിൽ അറിയാതെ പറഞ്ഞു പോയതാ. സാറേ ടെറസിന്റെ മണ്ടയില. പോലീസ് ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ? പോലീസിന്റെ അടുത്ത് കുടുങ്ങിയ പിന്നെ TV, ന്യൂസ്, പേപ്പർ, ജീവിതം. നിങ്ങളെയും ഞങ്ങൾ പറയുന്നത് കേക്ക് സാർ. സാർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് സാർ. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. എന്തിനാ കൊച്ചിനില്ലെന്ന് കള്ളം പറഞ്ഞേ? സാർ, രാമസ്വാമി, ഈ പോക്ക് ശരിയല്ല. വണ്ടിക്ക് ഞാനൊരു പേടിയിൽ അങ്ങനെ ചെയ്തു പോയതാ. അവളെ ആരോ കൊന്ന വിവരം ഞാൻ രാവിലെ അറിഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാനും അവളും കണ്ടുമുട്ടിയത്. സോ അതുകൊണ്ട് പോലീസ് എങ്ങനെയാലും തെരഞ്ഞു വരും ഞാൻ വിചാരിച്ചു സാർ. അതുകൊണ്ടാണ് കൊന്ന സമയത്ത് കൊച്ചിയിലാണെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്ക് ഞാൻ വിചാരിച്ചു സാർ. ഇതില്ലാതെ ഈ കൊലപാതകത്തിന് എനിക്ക് ഒരു സംബന്ധമില്ല സാർ. ശരി, നീ പേടിച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് വെക്കാം. പക്ഷേ ഈ മേഡർക്ക് നിനക്ക് ഒരു ബന്ധമില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കും? സാർ, അവളെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ് സാർ. ഞാൻ എങ്ങനെയാ സാർ അവളെ കൊല്ലുക? ഇപ്പോഴൊക്കെ പ്രേമിക്കുന്ന പെണ്ണിനെ കൊല്ലുന്നല്ലടാ നിങ്ങളൊക്കെ ഫാഷൻ ആക്കിയിരിക്കുന്നേ. ഞാൻ അങ്ങനെയല്ല സാർ. ഡിസംബർ 18, 2013 ഒരു മറക്കാൻ പറ്റാത്ത ദിവസം. അന്നാണ് ഞാൻ അവളെ ആദ്യം കണ്ടത്. ഇതങ്ങാനും എന്റെ അച്ഛൻ കണ്ടാലേ എന്റെ ജീവിതം പോക്കാ. നിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ ഒരു തള്ളുവണ്ടി നടത്തേനെ. പൊളിച്ച് പോടാന്നോ? എടാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഞങ്ങള് വേണ്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എപ്പോഴാടാ നിർത്താൻ പോകുന്നത്? മാറ്. ഹലോ, നിങ്ങളോടൊന്ന് സംസാരിക്കണം. സാരമില്ല, നീ പോയിക്കോ. എന്താ? അല്ല, പേടിക്കൊന്നും വേണ്ട. ലവ് ലെറ്റർ ഒന്നും അല്ല. രാവിലെ നിങ്ങളെ ഇടിച്ചപ്പോൾ ഈ പേപ്പർ മിസ് ചെയ്തിട്ട് പോയി. അതാണ് ഇത് കൊടുത്തിട്ട് സോറി പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. ഇല്ല, സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ, സാരമില്ല. പിന്നെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ സ്റ്റോറി ഞാൻ പഠിച്ചു. ഒരു ചെറിയ പോർഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല യഥാർത്ഥമായിരുന്നു. ഒരു ചെറിയ കുട്ടി തന്നെക്കാളും വയസ്സുള്ള ആളെ അവനറിയാതെ ഇഷ്ടപ്പെടുന്നത്, പറയാതെ പ്രേമത്തിന്റെ സൗന്ദര്യം, വേദന, പേടി, ഇതെല്ലാം ഞാൻ പഠിച്ച രണ്ടേ ഭാഗത്ത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവളുടെ ഒരു ഇന്നസെന്റ് ഇല്ല, അത് വളരെ മനോഹരമായിരുന്നു. ഒരു പാർട്ട് വായിച്ചിട്ട് അവൾ ഇന്നസെന്റ് ആണെന്ന് തീരുമാനിക്കണ്ട. എത്രയും പെട്ടെന്ന് ഫുൾ സ്റ്റോറി പബ്ലിഷ് ആവും. അത് വായിച്ചിട്ട് പറയും. തീർച്ചയായും. ആ രണ്ട് ഭാഗത്തിന്റെ ആഘാതം എന്നെ ഇനിയും വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ റൈറ്റിംഗിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബുക്സ് പഠിക്കുമോ? ചിരിക്കല്ലേ? സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. പറയൂ. ആ ബസ് സ്റ്റോപ്പ് വരെ എന്റെ കൂടെ ഒന്ന് വരുമോ? അല്ല, എനിക്ക് പട്ടിനെച്ച പേടിയാ. അതുകൊണ്ട് അവളുടെ കൂടെ വന്ന് നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടു. എന്താണെന്നേ, ഇതൊക്കെ ഒരു കടമയല്ലേ. വരൂ. ഒരുപാട് ബുക്സ് വായിക്കുമെന്നല്ലേ ചോദിച്ചേ? ഞാൻ ഇതുവരെ ഒരു ബുക്ക് പോലും വായിച്ചിട്ടില്ല, എന്റെ അക്കാഡമിക്സ് അല്ലാതെ. അല്ല, വെറുതെ പറയരുതട്ടോ. ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ലെങ്കിലും എനിക്ക് ബേസിക് റൈറ്റിംഗ് ഒക്കെ എനിക്കറിയാം. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. പിന്നെ അങ്ങനെ എത്ര നാച്ചുറൽ ആയിട്ട്? ഇമാജിനേഷനാണ് ഒരു കഥയുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. എന്നാൽ സത്യം അതിന്റെ റിയാലിറ്റിയാ. ആ റിയാലിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലെ ഒരുപാട് ഭാവനകൾ തോന്നും, എന്നാൽ കണ്ണ് സത്യമേ പറയും.
എന്നാൽ ആ സത്യത്തെ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. വെറുതെ ഒരു മുറിയിലിരുന്ന് ആലോചിച്ച് എഴുതിയാലേ അത് വെറും വാക്കുകൾ മാത്രമായിരിക്കും. ഒരു അന്വേഷണം വേണം. ആ അന്വേഷണമായിരിക്കും നമ്മുടെ കഥയുടെ സത്യം മാത്രമല്ല, ജീവനും. എനിവേ, എന്നെ ഇവിടം വരെ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ്. അതൊന്നും സാരില്ല നീ. അതെ, പിന്നെ ഇനി എവിടെയെങ്കിലും നായ കണ്ട എന്നെ വിളിച്ചാൽ മതി. ഹായ്. 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 ഹലോ. ഹായ്, ഇത് ഞാനാ പ്രശാന്ത്. എന്താണ് ചെയ്യുന്നേ? പറയൂ പ്രശാന്ത്. ഇല്ല, വെറുതെ വിളിച്ചതാ. നിങ്ങൾ ഫ്രീ ആണോ? പുറത്തെവിടെയെങ്കിലും മീറ്റ് ചെയ്താലോ? ഇല്ല, ഞാനിപ്പോ ബുക്ക് പബ്ലിഷിംഗ് ജോലിയിലാ. ഓ ശരി, എന്നാല് പബ്ലിഷ് ചെയ്തതും പറയണേ. യാ ഷുവർ. എനിക്ക് പോവാൻ സമയമായി. ബൈ. ടേക്ക് കെയർ. അതെ, ഒരു മിനിറ്റ്. നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ തലേനെ പിടിച്ചേക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൻ വന്നതാണ്. ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി. യെസ്, നോ? നോ. ഒന്ന് ആലോചിച്ചിട്ട്. ഐ എം ഓൾറെഡി ഇൻ എ റിലേഷൻഷിപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനു പറയണം? പറയാൻ ഒരു ആവശ്യമില്ലല്ലോ പ്രശാന്ത്. ഓ, ബൈ. അന്നാണോ നീ അവളെ അവസാനമായി കണ്ടത്? കൊറിയർ മാഡം. നെയിം ഇത് ഞാനാണ്. താങ്ക്സ്. എന്താണ് നെയിമെല്ലാം പുതിയതായിട്ട്? വെറുതെ എന്ന് വെച്ചാ? പ്രകൃതി എന്നർത്ഥം. ഒന്ന് ആലോചിച്ചപ്പോ എന്നെ പോലെ തോന്നി, അതുകൊണ്ടാ.